തേനീച്ചകളുടെ ലൈഫ് സൈക്കിളാണ്. ഇത് മെയിലാണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ലേസി ബീസ്, മടിയൻ ഈച്ചകൾ എന്നാണ് ഇവർ അറിയപ്പെടുക. അവർ കൂട്ടിലെ ജോലിയൊന്നും ചെയ്യാത്ത ആളുകളാണ്. കൂട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഫീമെയിൽ ആയിരിക്കും. ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളുകൾ, നടപ്പിലാക്കുന്ന ആളുകൾ ഒക്കെ ഫീമെയിലാണ്. ആ ഹൈവ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുക അവരാണ്. അത് റാണിയാണ്. റാണിയുടെ ജോലി അടുത്ത ജനറേഷൻ ബിൽഡ് ചെയ്യലാണ്. അതിനാൽ കൂട്ടിൽ അവൾക്ക് മാത്രമേ കഴിയൂ. ഒരു കൂട്ടിൽ എപ്പോഴും ഒരേ ഒരു റാണി തേനീച്ചയാണ് ഉണ്ടാവുക. 2 റാണി തേനീച്ച ഒരിക്കലും ഒരു കൂട്ടിൽ വരില്ല എന്നുള്ളതാണ്. റാണി ജനിക്കുന്നതൊക്കെ സാധാരണ പെൺതേനീച്ചയാണ്. തേനീച്ച കൂട്ടില് റാണിയായിട്ട് ജനിക്കാൻ ആർക്കും കഴിയില്ല. ഒരു സാധാരണ പെൺതേനീച്ചയായിട്ട് ജനിക്കും. ജനിച്ചതിന് ശേഷം അവൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു രാജകീയമായ ഭക്ഷണം കൊടുത്ത് 8 മുതൽ 15 ദിവസം കൊണ്ട് അവളെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക. റാണിയാക്കി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവള് ഡബിൾ സൈസ് ആയിരിക്കും. നല്ല വലുപ്പവും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഒരു കൂട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും, റാണിയെ കറക്റ്റ് മനസ്സിലാവും. റാണിയെ സംബന്ധിച്ച് 5 വർഷം വരെ ആയുസുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ തേനീച്ചകളും 3 മുതൽ 4 മാസം വരെയാണ് ജീവിച്ചിരിക്കുക. 120 ദിവസമേ ആവശ്യമുള്ളൂ. പക്ഷെ റാണി മാത്രം ആ കൂട്ടത്തിൽ 5 വർഷം ജീവിക്കും. 5 വർഷം ആ ജനറേഷൻ കംപ്ലീറ്റ് ബിൽഡ് ചെയ്യുന്ന ആള് അവളായിരിക്കും. ഇത് റാണിയുടെ മേറ്റിംഗ് പിക്ചറാണ്. റാണിയുടെ മേറ്റിംഗ് സമയമാകുമ്പോൾ അവൾ ആദ്യമായിട്ട് പുറത്തു വരും. 5 വർഷത്തിൽ ഒറ്റ മേറ്റിംഗ് ഉള്ളൂ. അതിനുവേണ്ടി അവൾ പുറത്ത് വന്നിട്ട് ഒരുപാട് ആൺതേനീച്ചകളുമായിട്ട് അവൾ മേറ്റ് ചെയ്യും ഒരേ സമയം. അവളുമായിട്ട് മേറ്റ് ചെയ്ത എല്ലാ ആൺതേനീച്ചകളും മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് തേനീച്ചക്കൂട്ടില് രാജാവ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. അവിടെ എപ്പോഴും നമുക്ക് റാണി എന്ന് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഒറ്റ മേറ്റിന് തന്നെ അവൾ ഏകദേശം 5 മുതൽ 7 മില്യൺ വരെ സ്പേം കളക്ട് ചെയ്യും. എന്നിട്ട് അവൾ തിരിച്ച് കൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല. 5 വർഷം അവൾ ഇത് ജീവനോടെ സൂക്ഷിക്കും. ഓരോ ദിവസവും ആയിരക്കണക്കിന് മുട്ടകൾ ഇട്ടുകൊണ്ട് അവൾ 5 വർഷം ആ ഒരു ജനറേഷൻ ബിൽഡ് ചെയ്യും. ഒരു ദിവസം അവൾ ഏകദേശം 3000-ൽ കൂടുതൽ മുട്ടകൾ ഇട്ടു. 5 വർഷമൊക്കെ ആകുമ്പോൾ അവളുടെ കപ്പാസിറ്റി കുറയും. ആ സമയത്ത് ഒന്നുകിൽ അവൾ സ്വയം കൂട് വിട്ട് പുറത്തു പോകും, ഇല്ലെങ്കിൽ ബാക്കിയുള്ള തേനീച്ചകൾ എന്ത് ചെയ്യും, അവൾക്ക് റോയൽ ജെല്ലി കൊടുക്കാതെ അവളെ കൊന്നുകളയാണ് ചെയ്യുക. കപ്പാസിറ്റി കുറഞ്ഞാൽ പിന്നെ അവർ കൂട്ടിൽ നിർത്തില്ല. ആ സമയത്ത് അവിടെ പുതിയ റാണി ക്രിയേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇത് അവരുടെ ഹെഡിന്റെ സ്ട്രക്ചറാണ്. തേനീച്ചകൾക്ക് മൊത്തത്തിൽ 5 കണ്ണുകളാണ്. 2 വലിയ കോമ്പൗണ്ട് ഉണ്ട്. നമ്മൾ ഇതിന് കോമ്പൗണ്ട് എന്ന് പറയും. നെറ്റിയുടെ ഭാഗത്തായിട്ട് 3 ചെറിയ സിമ്പിൾ ഐസ്, ഒസല്ലി എന്നാണ് പറയാ. ഈ 5 കണ്ണുകളിലായിട്ട് ഒക്കെ ഏകദേശം ആയിരക്കണക്കിന് ലെൻസുകളുണ്ട്. 360 ഡിഗ്രിയിലാണ് ഇവരുടെ സെൻസിങ് കപ്പാസിറ്റി. നമ്മൾ തേനീച്ചക്കൂട്ടിലെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന കല്ലിനെ അവർ വളരെ കൃത്യമായിട്ട് സെൻസ് ചെയ്യും. കല്ല് വരുന്ന സ്ഥലവും എറിഞ്ഞ ആളൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ കളർ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാഴ്ചശക്തി ഒരുപാട് കൂടുതലാണ്. നമുക്ക് സൂര്യനെ കാണാൻ കഴിയാത്തപ്പോഴൊക്കെ അവർക്ക് കാണാൻ കഴിയും. കാർമേഘം വന്ന് മൂടി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അവര് സൂര്യന്റെ പൊസിഷൻ അവർക്ക് കറക്റ്റ് മനസ്സിലാവും. സെൻസിങ് പവർ. ഇതെല്ലാം ഇന്ത്യയിൽ കാണപ്പെടുന്ന 5 ടൈപ്പ് തേനീച്ചകളാണ്. സയാന ഇൻഡിക്ക, മെല്ലിഫറ, ടെട്രാഗോണിയ, അത് ചെറുതേനീച്ചയാണ്. അപ്പിസ് ഡോർസാറ്റ, മലന്തേനീച്ച, വലിയ തേനീച്ച, ഡേഞ്ചറസ് സ്പീഷീസ് ആണ്. അപ്പിസ് ഫ്ലോറിയ എന്ന് പറയുന്നത് കോൽ തേനീച്ചകളാണ്. ഈ 5 ടൈപ്പ് തേനീച്ചകളും നമുക്ക് തരുന്ന തേൻ 5ഉം ഡിഫറെന്റ് ആണ്. കളർ ഡിഫറെന്റ് ആണ്, ടേസ്റ്റ് ഡിഫറെന്റ് ആണ്, ഗുണങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഡോർസാറ്റയാണ്. ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ കാടുകളിലും വലിയ മലയുടെ മുകളിലൊക്കെയാണ്. വലിയ അപ്പാർട്ട്മെന്റിന്റെ മേലൊക്കെ ഉണ്ടാവും. അങ്ങനെ സിംഗിൾ ലെയറായിട്ട് കൂടുന്ന വലിയ സ്പീഷീസാണ്. 10 പേരൊക്കെ ഒരുമിച്ച് വന്ന് കുത്തി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും.